പുതിയ കാലത്ത് ചില പദങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിൻ്റെ യഥാർത്ഥ അർത്ഥമോ അതിൻ്റെ യഥാർത്ഥ ആശയങ്ങളൊന്നും ആവില്ല അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത്. പക്ഷേ എന്നാൽ ആ പദങ്ങളെ ഒരു ചാപ്പകുത്ത എന്നൊക്കെ പറയുന്ന രൂപത്തിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തീവ്രവാദി, ഭീകരവാദി, വർഗീയവാദി, ഇത്തരം പദങ്ങൾ ഇപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ അല്ലെങ്കിൽ ചില സമുദായ പാർട്ടികളുടെ നേതാക്കൾ, അങ്ങനെ പല ആളുകൾ, ഉന്നതങ്ങളിൽ നിൽക്കുന്ന ആളുകൾ വരെ ഈ പദത്തെ അതിൻ്റെ അർത്ഥമോ അല്ലെങ്കിൽ അതിൻ്റെ യഥാർത്ഥ മാനങ്ങളോ അറിയാതെ ഉപയോഗിക്കുന്നു. ഇതിപ്പോൾ നമ്മളൊരു ഇതിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒഫീഷ്യലായിട്ടുള്ളൊരു അശ്ലീലം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പദങ്ങൾ പറയാൻ കഴിയും. ശരിക്കും ഭീകരവാദി, തീവ്രവാദി എന്നൊക്കെ പറയുന്നതിന് നമ്മൾ ഈ പ്രാദേശിക തലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ ഒരു തലങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ അർത്ഥം വലിയ ആശയങ്ങളുണ്ടതിന്. ഇപ്പോൾ ഈ വർഗീയത പറഞ്ഞപ്പോഴേ, ഇപ്പം നമ്മളെ ഈ അടുത്തൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു സംഘ് പ്രൊഫൈലിൽ നമ്മൾ കാണുക എങ്ങനെയാണ്, സംഘ് ഒരുപാട് കമൻറ്റുകളൊക്കെ പറയാം. അപ്പോൾ അതൊരു ജിഹാദി വർഗീയവാദിയാണ്. അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പറയുമ്പോൾ, ആരെങ്കിലുമൊക്കെ ഇസ്ലാമിക് കണ്ടൻറ്റുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നൊരു സാധനം പോപ്പുലർ ഫ്രണ്ടാണ് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി. ഇതൊക്കെ എത്തുന്ന ഒരേ ഒരു കണ്ടന്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഇയാളൊരു വർഗീയവാദിയാണ്, അല്ലേ, ഒരു ഭീകരവാദിയാണ്. ശരിക്കും വർഗീയവാദി എന്നുള്ള പ്രയോഗം നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ശത്രുവിനെ പ്രയോഗിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വെറുപ്പുള്ളവരെ പ്രയോഗിക്കാനുള്ള ഒരു പ്രത്യേക പദമായിട്ട് പുതിയ കാലത്ത് മാറിയിട്ടുണ്ട്. ശരിക്കും ശത്രുവിനെ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാലേ, ഇപ്പോൾ വർഗീയവാദി എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ ഒരു വർഗം, ആ വർഗത്തിന് പുറത്തുള്ള ഒരു വർഗത്തെ വാദിക്കുന്ന ആളാണെന്നാണ്. ശരിക്കും ശത്രുവിനെ പറയുന്നതോടുകൂടെ ഇയാൾ വർഗീയവാദി ആവുകയാണ്, അല്ലേ, ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഈ അടുത്തൊക്കെ വല്ലാതെ അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ അത് വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഈ അടുത്ത് കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പുകളൊക്കെ പൊതുവെയുള്ള അജണ്ടകൾ എതിർപക്ഷക്കാർ ഏതോ വർഗീയവാദികളുമായിട്ട് കൂട്ടുപിടിക്കുന്നുണ്ട്, അല്ലേ. മൊത്തത്തിൽ അങ്ങനെ പാർട്ടികൾ എന്തായി, അവർ വർഗീയവാദികളുടെ പാർട്ടികളായി, അല്ലെങ്കിൽ ആ പാർട്ടികളുമായിട്ട് ഇവരെ പറയുമ്പോൾ ആ പാർട്ടികൾ ഇതിൻ്റെ ഒരു ഭാഗമായി മാറി എന്നുള്ളൊരു ഇത്. ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും അല്ലെങ്കിൽ RSS ഒക്കെ അവരുമായി കൂട്ടുകൂടി അവരുടെ മേലേക്ക് ഈ ആളുകളെ അങ്ങോട്ട് ചാപ്പ് കുത്തുമ്പോൾ അവരൊരു ഭീകരവാദികളായി അല്ലെങ്കിൽ അവർ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതായി എന്നുള്ള രൂപത്തിലേക്ക് അതിൻ്റെ നരേഷനുകളൊക്കെ മാറി. ഇപ്പോൾ നമ്മൾ സമീപകാലത്തിൽ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം ഒരു സാമുദായിക പാർട്ടിയുടെ ഒരു നേതാവാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പാത പിന്തുടർന്ന് അവരുടെ ആ ഒരു ഈഴവ സമുദായത്തിൻ്റെ ഉന്നമനത്തിനും അതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനങ്ങളിലും മറ്റു പ്രസംഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു സംസാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഭീകരവാദി എന്നൊക്കെ മുദ്ര കുത്തുന്ന അല്ലെങ്കിൽ ഒരു ജില്ലയെയോ അല്ലെങ്കിൽ ഒരു സമുദായത്തെയോ ഒക്കെ ഇകഴ്ത്തി പറയുന്ന, അവരെ ഭീകരവാദികളാണെന്ന് പറയുന്ന അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ശരിക്ക് ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ നേതാവ് എന്നുള്ളത് അവരുടെ അണികൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കേണ്ട, അവരെ മുന്നിട്ട് നയിക്കേണ്ട ആളാണ്. ഇവരിൽ നിന്ന് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കീഴിലുള്ള അണികളും ഇവർ ആക്ഷേപിക്കുന്ന ആളുകളെ ഭീകരവാദികളായിട്ട് സാധാരണഗതിയിൽ കാണാൻ തുടങ്ങും. അത് സമൂഹത്തിന് വലിയൊരു ഭീഷണിയാണ്. നമ്മളെല്ലാവരും നമ്മുടെ അപ്പുറത്ത് നമ്മുടേതായ ഒരു സമുദായത്തിലല്ലാത്ത ഒരാളെ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലല്ലാത്ത ഒരാളെ എല്ലാ സമയവും അയാളെ ഭീകരവാദിയാക്കുകയും അയാളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിഷ്കളങ്കരായ നിസ്വാർത്ഥരായ ആളുകളായിരിക്കും അവരെ നമ്മൾ ഭീകരവാദിയാക്കുന്നതിലൂടെ ഈ രണ്ട് മനസ്സുകളെയും വേദനിപ്പിക്കുന്ന ഒരു സംസാരമാണ് ഈ നേതാക്കന്മാർക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതെന്നുള്ളത് വളരെ സങ്കടകരമാണ്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ ഒരുപാട് രസങ്ങളുണ്ട്. എന്നുവെച്ചാൽ വെള്ളാപ്പള്ളി നിരന്തരമായിട്ട് ഒരു സമുദായത്തെ അല്ലെങ്കിൽ ഒരു ജില്ലയെ, മലപ്പുറത്തേക്ക് നിരന്തരമായി വിമർശിക്കുന്നു. അല്ലെങ്കിൽ ചില സമുദായ നായകന്മാരെ പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിനെ, സാമുദായിക രാഷ്ട്രീയ പാർട്ടി എന്നുള്ള ഇവരൊക്കെ ഭീകരവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ ആക്ഷേപിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഇപ്പോൾ ഈ അടുത്ത്
ഏതൊരു ഒരു ഡിജിറ്റൽ പ്രസിദ്ധീകരണം ഈ അടുത്ത കാലത്തെ 62 വിദ്വേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിരുന്നു. അത്രമാത്രം വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ മാറുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇന്നലെ നടന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ ഈ നിരന്തരമായി ഒഴുക്കിവിടുന്ന ഈ വിദ്വേഷത്തിന്റെ യാഥാർത്ഥ്യം ചോദിക്കുകയാണ് ശരിക്കും ചെയ്തത്. പക്ഷെ ആ ചോദിച്ചതോടുകൂടെ അയാൾ തീവ്രവാദിയായിട്ട് അയാളുടെ ചരിത്രം ചെയ്യാൻ അന്വേഷിക്കലായി, അയാള് പശ്ചാത്തലം നോക്കലായി, അയാൾ വളർന്നു വന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്, അയാൾ രൂപപ്പെടുന്ന പ്രസ്ഥാനം ഏതാണ്. ശരിക്കും ആലോചിച്ച് നോക്കിയേ, അയാൾ ഒരു വിദ്വേഷത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തോടു കൂടെ അദ്ദേഹം പറയുന്നത് ഈഴവ സമുദായത്തിന് എന്തില്ല, മലപ്പുറം ജില്ലയിൽ അല്ലെങ്കിൽ മലപ്പുറം, വയനാട്, കാസർഗോഡ് തോന്നുന്നു ഈ ജില്ലകളിൽ എന്തില്ല, സ്ഥാപനങ്ങളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പരിമിതികൾ പറയുന്നത്. ശരിക്കും ഒരുപാട് പരിമിതികളുള്ള സമുദായങ്ങളൊക്കെ ഈ നമുക്കിടയിൽ പലപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും സാമ്പത്തിക സംവരണം വരുമ്പോൾ, അല്ലെങ്കിൽ സംവരണവുമായി ബന്ധപ്പെട്ട ഇതര വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഈ ആനുകൂല്യങ്ങൾ ലഭ്യമാകാത്തതിനെ പറ്റിയൊക്കെ നിരന്തരമായ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്. ശരിക്കും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ശരിക്കും ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന കേരളം ആദരിക്കുന്ന ഒരു നവോത്ഥാന നായകൻ്റെ ആശയങ്ങൾ പിൻപറ്റുന്ന ഒരാൾ, ആ ആശയത്തെ പിൻപറ്റുന്ന ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്ന ഒരാളിൽ നിന്ന് രൂപപ്പെടേണ്ടത് ഒരു മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന സമീപനമാണ്. ശരിക്കും ആ മാധ്യമ പ്രവർത്തകനെ ചേർത്ത് നിർത്തുന്ന ഒരു കൾച്ചർ അയാളിൽ നിന്ന് രൂപപ്പെട്ടിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഏറ്റവും മികച്ചൊരു സാമുദായിക നേതാവായിട്ട്, അയാളടുത്ത് സംഭവിച്ചൊരു വിനയായിട്ടാണെങ്കിൽ പോലും, ഇപ്പോൾ ഇന്നലെ എൻ്റെ അടുത്തുനിന്ന് സംഭവിച്ചൊരു വിനയാണ് എന്ന് പറയാനെങ്കിലും അയാൾക്ക് ഇന്ന് സാധിച്ചിരുന്നെങ്കിൽ വലിയ മാറ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഖലീൽ തങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒരു ധവളപത്രം ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഓരോ സമുദായവും നേടിയെടുത്ത കാര്യങ്ങളെ പറയാൻ. ശരിക്കും ഞാൻ പറയുന്നത് ഈഴവ സമുദായത്തിന് അത്യാവശ്യം ലഭ്യമാകാനില്ല എന്നൊന്നുമല്ല, അവർക്ക് ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് ഇനിയും നേടിയെടുക്കാനുണ്ട്. ഈ ധവളപത്രം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു പുതിയ കാലത്ത് അനിവാര്യമായി വരുന്നൊരു സംഭവമാണ്. സമുദായത്തിന് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ട്, അവർക്ക് അർഹമായ എന്തെങ്കിലും ലഭിക്കാതിരുന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണ് ശരിക്കും. അത് ഏത് പാർട്ടിയാണോ ഭരണത്തിലിരിക്കുന്നത്, ആരോ ആയിക്കോട്ടെ, പക്ഷേ ഓരോ സമുദായങ്ങൾ, ഇപ്പോൾ മുസ്ലിം സമുദായത്തിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്, അതുപോലെ തന്നെ ഹൈന്ദവ സമുദായത്തിലും ക്രിസ്ത്യൻ സമുദായമൊക്കെ കേരളത്തിൽ എല്ലാവരും ഉണ്ട് പാരമ്പര്യമായിട്ട്. അപ്പോൾ ഇവരുടെയൊക്കെ അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയാണത്. അത് ലഭ്യമാകലോടുകൂടെ ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഈഴവ സമുദായത്തിൻ്റെ അവസരങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾ കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന സമീപനങ്ങൾക്കെങ്കിലും കുറച്ചുകൂടെ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ സുഭാഷ് ചന്ദ്രനെ മനുഷ്യനാമുഖത്തിൽ പറയുന്നത് പോലെ പൂർണ്ണമായി ജീവിക്കാതെ പൂർണ്ണ വളർച്ചയെത്തും മുമ്പ് മരിച്ചു പോകുന്ന ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ എന്ന് പറഞ്ഞ മാതിരി, ഒരിക്കലും മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, ഓരോ സമുദായത്തിനെയും അവർക്ക് കിട്ടാനുള്ള ആഗ്രഹങ്ങൾ പൂർത്തിയാവില്ല. എങ്കിൽ പോലും ഓരോ സമുദായം എത്ര എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും തോന്നുന്നു. ശരിക്കും ഈ ഒരു ഇപ്പോൾ പുതിയ കാലത്ത് ഈ ഒരു വർഗീയ ധ്രുവീകരണങ്ങളൊക്കെ നടത്തുമ്പോഴാണ് നമ്മുടെ ആ ഒരു കേരളത്തിൻ്റെ ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു ചേർത്തുപിടിക്കലും, നമ്മുടെ മതത്തിനും അല്ലെങ്കിൽ സമുദായത്തിനും അപ്പുറത്തേക്ക് നാം എല്ലാവരും മനുഷ്യരാണ്, അല്ലെങ്കിൽ നാം എല്ലാവരും ഒരേ കുടുംബമാണ് എന്നുള്ള രൂപത്തിലുള്ള ഒരു ചേർത്ത് പിടിക്കലുണ്ട്. പാരമ്പര്യമായിട്ട് മറ്റു മതങ്ങളുടെ ആഘോഷങ്ങൾ, തൻ്റെ അയൽവാസി ഒരു മറ്റു മതത്തിൽപ്പെട്ടാണ്, അയാളുടെ ആഘോഷങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, സന്തോഷം പങ്കുവെക്കുക, അല്ലെങ്കിൽ ആത്മാർത്ഥമായ സുഹൃത്ത് ബന്ധം. നമ്മളെ ഒരു മതമൈത്രിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതിൽ മമ്പുറന്തങ്ങളും കോന്തുനായരും കടന്നു വരാറുണ്ട്, കുഞ്ഞാലി മരക്കാരും സാമൂതിരിയും കടന്നു വരാറുണ്ട്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ ആ ഒരു ചരിത്രത്തിൻ്റെയും ആ ഒരു പാരമ്പര്യത്തിൻ്റെയും ഒരു അടിത്തറയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് ഇക്കാലം വരെ നമ്മൾ കേരളത്തിലെ വിവിധ സമുദായങ്ങൾ അല്ലെങ്കിൽ വിവിധ മതത്തിൽപ്പെട്ട ആളുകൾ നിലനിൽക്കുന്നത്. മറ്റു നാടുകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കേരളത്തെ ഒന്ന് പ്രത്യേകമാക്കുന്നതും ഈ ഒരു ഐക്യദാർഢ്യവും ഈ ഒരു ഒത്തുചേരലൊക്കെ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഈ നേതാക്കന്മാർ തന്നെ, മുന്നിൽ നിന്ന് നയിക്കുന്ന ആളുകൾ തന്നെ ഇത്തരത്തിൽ ധ്രുവീകരണത്തിന് മുൻകൈയെടുക്കുമ്പോൾ, അല്ലെങ്കിൽ അരികുവൽക്കരണത്തിന് മുൻകൈയെടുക്കുമ്പോൾ, അത് ആ അണികൾക്കും നമ്മുടെ മനുഷ്യർക്കിടയിലുള്ള നമ്മുടെ എല്ലാ വ്യത്യസ്ത വിഭാഗത്തിലുള്ള ആളുകൾക്കിടയിലുള്ള ആ ഒരു ഐക്യത്തിന് വിള്ളൽ സൃഷ്ടിക്കുന്ന ഒരു സംഭവമായിട്ട് നമുക്ക് അതിനൊരു തുടക്കമായിട്ട് നമുക്കിന്ന് കാണാം. എങ്ങനെയാണോ നമ്മൾ ജീവിച്ചത്, എങ്ങനെയാണോ നമ്മൾ ജീവിക്കേണ്ടത് എന്നതിനെയൊക്കെ മറന്നുകൊണ്ട് നമ്മൾ പലതാണ്, നമുക്ക് നമ്മുടേതായ കാര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെയാണ് അവർ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വിശുദ്ധ ഇസ്ലാം കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളുണ്ട്.
അപ്പോൾ അതിൽ എന്താ കൊടുങ്ങല്ലൂർ അവർ വന്നിറങ്ങുന്ന സമയത്ത് തന്നെ എന്ന് വെച്ചാൽ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു സംഘമൊക്കെ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങളായിട്ടൊക്കെ ഈ നാട്ടിൽ വരുമ്പോൾ അവരെ സ്വീകരിക്കുന്നൊരു രംഗമുണ്ട്. ശരിക്കും ഈ പുതിയ കാലത്തെ എന്താ മതിലുകൾ വരയ്ക്കുന്ന മതങ്ങൾക്കിടയിലൊക്കെ മതിലുകൾ വരച്ചു ഇവർ എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്ക് ഇങ്ങനെ ഒരു ഭീകരമായ മതിലുകൾ വരയ്ക്കുമ്പോൾ ശരിക്കും ആ ഇസ്ലാം കടന്നു വന്ന സന്ദർഭമൊക്കെയാണ് ഓർമ്മ വരേണ്ടത്. എന്ന് വെച്ചാൽ അവർ കടന്നു വരുന്ന സമയത്ത് അവർ ഹൃദ്യമായി സ്വീകരിക്കുന്ന, അവർക്ക് ആ വരുന്ന സന്ദർഭത്തിലുള്ള ഒരു കഥ വായിച്ചിട്ടുണ്ട്. കടൽ തീരത്ത് വരുമ്പോൾ അവിടുത്തെ ഒരു തെങ്ങിൽ നിന്ന് എന്താ ഇളനീർ ചെത്തിക്കൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട്. എന്ന് വെച്ചാൽ ഒരു പുതിയ യാത്രക്കാരാണ്, ഒരു പുതിയ സമൂഹമാണ്, അവരുടെ അതിഥികളാണ്, അവരുടെ വേഷവും സംസ്കാരവും ഒക്കെ കണ്ടാൽ വേറെ ഏതോ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നൊക്കെ അറിയുന്ന ആളുകളായിരിക്കും. എങ്കിൽ പോലും അവരെ ഹൃദ്യമായി സ്വീകരിച്ചൊരു പാരമ്പര്യം നമ്മൾക്കുണ്ടായിരുന്നു. ശരിക്കും മനുഷ്യരാകുക എന്നുള്ള ഒരു സമീപനത്തിലേക്കാണ് നമ്മുടെ നേതാക്കന്മാരൊക്കെ വരേണ്ടത്. രാഷ്ട്രീയ പാർട്ടികളായാലും സാമുദായിക നേതാക്കളായാലും അപരൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അന്യൻ എന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്തുള്ള ആളുടെ മതവും അയാളുടെ പ്രത്യയശാസ്ത്രവും അയാളുടെ ആശയവും ഒക്കെ മാനിക്കപ്പെടേണ്ടതാണ്. അവരൊന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ഒരു സുന്ദരമായ ഒരു നാടിനായിരിക്കണം ഒരുപക്ഷെ ഒരു നല്ല നാളെ ഉണ്ടാവട്ടെ, അങ്ങനെ ഒരു നാടാവട്ടെ നാളേക്ക് നമുക്ക് പ്രത്യാശിക്കാം.